പ്രകൃതിയുടെ ഭംഗി ഏറ്റവും കൂടുതൽ ഒപ്പിയെടുത്ത സ്ഥലങ്ങളാണ് നോർവേയിലുള്ളത്. ഇന്ന് ഞാനുള്ളത് നോട്ട്ഫോർഡിലാണ്. ഈ മലകൾക്ക് മുകളിലുള്ള ഒരു ലേക്കും അതിനോടനുബന്ധിച്ചുള്ള വെള്ളച്ചാട്ടവും കാണലാണ് ഇന്നെൻ്റെ ഉദ്ദേശം. ഷിപ്പ് ഡോക്ക് ചെയ്തെടുത്തു നിന്നും 1/2 കിലോമീറ്റർ നടന്നു വേണം സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്താൻ. അവിടുന്നും 1.5 കിലോമീറ്റർ മുകളിലേക്കാണ് നമ്മുടെ യാത്ര. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഓരോ വീടുകളുടെയും രൂപഘടന. ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവസ്ഥാനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. ഇവിടെ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഫേവറേറ്റ് സ്പോട്ടാണിത്. ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഞാൻ വന്ന സമയത്ത് നല്ല മഴ പെയ്ത് വഴിയെല്ലാം വെള്ളത്താൽ നിറഞ്ഞും ചെളി കയറി കിടക്കുകയായിരുന്നു. പൈൻ മരത്തിനിടയിലൂടെയുള്ള നടത്തവും തണുപ്പും ഒന്നും യാത്ര ചെയ്യുന്നവരോട് എടുത്തു പറയേണ്ട കാര്യമല്ല. പക്ഷേ മരങ്ങൾക്കിടയിലൂടെ മല കയറുമ്പോഴുള്ള ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പോകുന്ന വഴികളിൽ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ചെറിയ ചെറിയ വ്യൂ പോയിന്റുകളും കാണാൻ സാധിക്കുന്നുണ്ട്. പോസ് ചെയ്യുകയാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നടന്ന് ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. 1.5 മണിക്കൂറിലധികം എടുത്താണ് ഈ ഒരു 1.5 കിലോമീറ്റർ മല കയറാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഈ ഒരു ലേക്കിൽ നിന്നാണ് ആ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലേക്കിന്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് വീടുകളും അവിടെ ആൾതാമസവും ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവസ്ഥാനം എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദമാണ് ഈ ഒരു വീഡിയോയുടെ ജീവൻ തന്നെ. ഈ ലേക്കിന് സൈഡിലായിട്ട് ഒരു വ്യൂ പോയിന്റുമുണ്ട്. ആ വ്യൂ പോയിന്റിൽ നിന്നും കാണുന്ന ഒരു കാഴ്ച അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം. മല കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇറങ്ങുന്നതെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ യാത്രകൾ തുടരുകയാണ്.